നമ്മളിപ്പോൾ ഉള്ളത് ഹുമയൂൺ സ്റ്റോമിൻ്റെ അടുത്തുള്ള ഒരു ഗാർഡൻ്റെ പേരെന്തിനും സുന്ദർ നഴ്സറിൻ്റെ അകത്താണ് നമുക്കിപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് അടിപൊളി ലൈറ്റിങ്ങും കാര്യങ്ങളായി ഒരു സൂപ്പർ വിഷ്വൽസും കാര്യങ്ങളൊക്കെ നല്ല റെഡി ആയില്ല. സുന്ദർ നഴ്സറിൻ്റെ അകത്ത് നിങ്ങൾ എല്ലാവരും എന്തായാലും വിസിറ്റ് ചെയ്യണം. ഇതൊരു യുനെസ്കോ ഹെറിറ്റേജ് നൈറ്റ് വിസിറ്റ് ചെയ്യണം. എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യമൊന്നുമില്ല, ഈ ഒരു ലൈറ്റിങ്ങിൽ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്, കുറേ ആൾക്കാർ പാർക്കിൽ വന്ന് എൻജോയ് ചെയ്യേണ്ട, അവരെ ക്വാളിറ്റി ടൈം അവരോട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിന് ശേഷം വന്നതാണ്. പൊതുവേ ഡൽഹിക്കാർ, നമ്മൾ ഈ നാട്ടിൽ നിന്ന് ഡൽഹിക്കാരൊന്നും ഇതൊന്നും അറിയില്ല. സാധാരണ വരുന്ന ഫലങ്ങളെല്ലാം കണ്ടു പോകുന്നല്ലാണ്ട് നമുക്ക് അങ്ങനെ വരുത്തുണ്ടാവില്ല. അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തിലും പിടിക്കാം. ഇവിടെ ഒരുപാട് മുഗൾ ആർക്കിടെക്ചറിലുള്ള, പണ്ട് കാലത്ത് മുഗൾ ആർക്കിടെക്ചറിലുള്ള ഒരുപാട് ബിൽഡിങ്സും കാര്യങ്ങളും. ഇതാണ് ഞാൻ പറഞ്ഞ വ്യൂ. അപ്പോൾ എന്ത് സുന്ദരമാണിത്, നിങ്ങളെല്ലാവരും നോക്കൂ. അപ്പോൾ എത്ര ഭംഗിയുണ്ട് ഇത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ വന്നിട്ടെങ്കിൽ നമുക്ക് നഷ്ടമല്ലേ, ഒരുപാട് നഷ്ടമാണ്. നിങ്ങൾ എന്തായാലും ഡൽഹി നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ഹുമയൂൺ സ്റ്റോംബിൽ എന്തായാലും വരണം. ആൻഡ് ദർ ഇസ് വൺ നഴ്സറി നിയർ ബൈ വിച്ച് ഈസ് കോൾഡ് സുന്ദർ നഴ്സറി വിച്ച് ഈസ് ലൈക്ക് റിയലി വർത്ത് ഇറ്റ്. 50 റുപ്യാണ് ടിക്കറ്റ്. സോ എന്തായാലും വരാം. ഈ വെള്ളത്തിൽ അതിൻ്റെ റിഫ്ലക്ഷൻ കാണുന്നുണ്ട് നിങ്ങൾ, അത് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് ആണ്. യു ഹാവ് ടു ഫീൽ ദിസ്. 90 ഏക്കർ, അതായത് 90, ഈ പാർക്ക് എന്ന് പറയുന്നത് 90 ഏക്കറുണ്ട്. 90 ഏക്കറിൽ കൂടുതലുണ്ട്. അത്രയ്ക്ക് വലിയ പാർക്കാണ്. എല്ലാവരും അവരുടെ ഫ്രീ ടൈം ആകുമ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യും. നല്ലൊരു സ്ഥലമാണ്. യു ഗൈസ് ഷുഡ് വിസിറ്റ് വൺസ്, അറ്റ്ലീസ്റ്റ് വൺസ്. അപ്പോൾ അങ്ങനെ കുറച്ചിങ്ങനെ നടന്ന് എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഒരു ടോംബാണ്. നല്ല രസമുണ്ട്. അപ്പോൾ വ്യൂ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ കുറച്ച് അപ്പോൾ നമ്മൾ കുറച്ച് മുന്നോട്ട് നടന്ന് ഇവിടെ ഒരു ഇൻഫർമേഷൻ്റെ സാധനമുണ്ട്. അപ്പോൾ ലക്കർവാല ബുർജ് എന്ന് പറഞ്ഞത് അങ്ങോട്ട് പോകാനുണ്ട്. പിന്നെ ലേക്ക്, ഇവിടെ ഒക്കെ ലേക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ലേക്ക് ഉണ്ട്. പിന്നെ ഒരു അസീം ബാഗ് ഉണ്ട്, അവിടെ പോകണം. പ്ലേ ഹൗസ്, വിൽഡർനെസ്, മുഗൾ പവിലിയൻ, അതൊക്കെ അങ്ങോട്ടാണ്. ഐ മീൻ വിൽഡർനെസ് എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഇവിടെ ഒരുപാട് സ്പീഷീസ് ഓഫ് ഐ മീൻ 320 സംതിങ് കൈൻഡ് ഓഫ് ഇതുണ്ട്. ട്രീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ട്രീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ലേക്കിൻ്റെ അങ്ങോട്ടേക്ക് പോവാണ്. ഇതാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു ഐ മീൻ ഇതിനെപ്പറ്റി എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതിയൊരു ചെറിയൊരു സുന്ദർ നഴ്സറി പിക്ചേഴ്സ് ഓഫ് ചേഞ്ചസ് എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു റൂട്ട് മാപ്പ് തന്നെ ഇവിടെ ഉണ്ട്. കണ്ടോ, എത്രയും വലിയതാണ്. 90 ഏക്കേഴ്സാണ് ഇത് ഫുള്ളായിട്ട് വരുന്നത്. 2008 സുന്ദർ നഴ്സറി ഇങ്ങനെ ആയിരുന്നു. അത് ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ 2015 ആയിട്ട് ഇങ്ങനെ ചെയ്തു. ഇതാണ് സംഭവം. ഇപ്പം കണ്ടോ, ബിഫോർ ആഫ്റ്റർ. ഇപ്പോൾ ഉള്ളത് ലോധി ഗാർഡൻ്റെ ടൈപ്പ് സാധനമാണിത്. നിങ്ങൾക്ക് ലോധി ഗാർഡൻ അറിയാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് സുന്ദർ നഴ്സറിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ സുന്ദർ നഴ്സറിൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഐ മീൻ ഇനി നമ്മൾ പോകുന്നത് ലേക്കിലേക്കായിരിക്കും. ഇരുട്ടത്ത് കാണാൻ പറ്റുമോ അറിയില്ല. ഇവിടെ ഒരു ലക്കർ ബ്രിഡ്ജിനെ പറ്റി ചെറിയൊരു നോട്ട് പറയുന്നുണ്ട്. അതാണ് ലക്കർവാല ബ്രിഡ്ജ്. സോ ഐ മീൻ അതിനെപ്പറ്റി ചെറിയൊരു അറിയിപ്പ് ഇവിടെ ഉണ്ട്, നമുക്കിത് വായിക്കാം. പിന്നെ അടുത്ത നമ്മൾ ലേക്കിലേക്കല്ലേ, നമ്മൾ ലേക്കിലേക്ക് പോവാണ്. നല്ല രസമുണ്ട് ഈ ഒരു വെതർ, ഈ ഒരു ടൈം. ലൈക്ക് നിങ്ങൾ വൈകുന്നേരം ആണെങ്കിലും വന്നോ, പക്ഷെ രാത്രി എന്തായാലും വിസിറ്റ് ചെയ്യണം. ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ഇവിടെ ആൾക്കാരൊക്കെ അവര് അതായത് കപ്പിൾസും ഫാമിലി ആയിട്ടൊക്കെ ഐ മീൻ ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ എടുത്ത് പിക്നിക്ക് പോലെ അവരിങ്ങനെ സാധനങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പിക്നിക്ക് പോലെ കുറച്ച് സാധനങ്ങൾ പാക്ക് ചെയ്ത് വന്ന് ഇവിടെ കുറച്ച് ക്വാളിറ്റി വന്ന് കുറച്ച് ക്വാളിറ്റി ടൈമും കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്ത് ഇവിടെ ഒരു സാധനം കൂടെ കാണുന്നുണ്ട്. ഐ മീൻ നമുക്കിത് റീഡ് ചെയ്യാം. ഇത് ഹിന്ദിയിലാണ്. ആൻഡ് ദർ ഈസ് ഇംഗ്ലീഷ് വേർഷൻ ആസ് വെൽ. ഐ തിങ്ക് ദിസ് ഇസ് ദ സെയിം തിങ്. അവിടെ ഉണ്ടായ അതേ സാധനം തന്നെയാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ലേക്ക്. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല.
ഐ മീൻ ചെറുതായി കാണാൻ പറ്റും. ഇവിടെ കണ്ട ഇവിടെ ഒരു കപ്പിളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. യാ അങ്ങനെ. അപ്പോൾ ഇതൊരു കെയർടേക്കറിന്റെ വീടാന്നാ പറയുന്നത്. ഇതൊരു കെയർടേക്കറിന്റെ വീടാണ്. അതിനെപ്പറ്റി കൂടുതലൊന്നും വായിച്ചിട്ടില്ല. ആണല്ലേ. അന്നേരം ഒരു പ്രേത വൈബ് ഉണ്ട് ഇവിടെ സ്ഥലങ്ങൾക്ക്. ഒരു മുകൾ പണ്ടത്തെ ടോംബിനുള്ള ഒരു പ്രേത വൈബ് ഉണ്ട്. ഐ മീൻ ഇത് പണ്ടേ എടുത്ത സാധനങ്ങളായിരിക്കൂലേ. നമ്മൾ നേരത്തെ കണ്ടില്ല ആ ബിഫോർ ആഫ്റ്റർ എന്നുള്ളതിന്റെ ഒരു ഗ്ലിംസ് കണ്ടില്ലേ. അപ്പൊ അതിലൊന്നും അറിയാം ഇതൊരു കാട് ഏരിയ ആണ്. അപ്പൊ അതിന് ഇവർ ഇത്രയും മോഡിഫൈ ചെയ്ത് ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ടാക്കി. ഞാൻ അങ്ങനെ ആലോചിക്കാം നമ്മളെ കേരളത്തിൽ എന്തുകൊണ്ട് നമുക്കും ഇതുപോലത്തെ ഒരുപാട് സൈറ്റുകളും കാര്യങ്ങളൊക്കെ ഇല്ല. നമുക്ക് ഇതുപോലത്തെ ഇപ്പൊ എന്തൊരു രസമാണ്. അങ്ങനെയല്ല ഞാൻ അങ്ങനെ വിചാരിക്കാം. ലൈക്ക് നമുക്ക് ഇതേപോലത്തെ ഇപ്പൊ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 100 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊരു നമ്മളെ മുന്നിൽ വരാനുള്ള ജനറേഷൻസിന് നല്ലൊരു പാർക്കും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പണ്ട് കാലത്ത് അവർ 2025 കാലത്ത് ഉണ്ടാക്കിയതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് അതിൻ്റെ മുകളിൽ, നമ്മുടെ ടീംസാണ്. അവിടെ ടാറ്റ ആക്കി കളിക്കാം. എന്താണ് പരിപാടി? മറ്റവനെടുത്തു. മറ്റവനോടെ ഓ മറ്റവനോടെ പ്രജകൾ ഇവിടെ അല്ലേ. കെയർ ടേക്കർ വീടാ. കെയർ ടേക്കറാണ് രണ്ടെണ്ണം. ഇത് രണ്ടു ഇവിടുത്തെ കെയർ ടേക്കറാണ്. ഇത്ര റിച്ച് അല്ലേ? ഈ ഇന്ന തന്നെ റിച്ച് പറയാ അങ്ങനെ. അപ്പൊ ഞാൻ ഇവിടുന്ന് ഐ മീൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ഇവിടെ കുറേ അങ്ങനത്തെ സ്മോൾ ഇതൊക്കെ ഉണ്ട്. ഐ മീൻ ഹോൾസ് ആയിട്ട്. ഇത് എന്തിനാണ് ഇങ്ങനെ ആക്കിയെന്നുള്ളത് എനിക്കറിയില്ല. ഐ മീൻ മേ ബി സംതിങ്സ് റിലവൻറ്റ് ടു ദാറ്റ്. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ് വരുന്നത്. കുറച്ചൊരു സ്പൂക്കി കൈൻഡ് ഓഫ് എൻട്രൻസ് ആണ്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് ഗ്രേറ്റ്. ഐ ആം എൻട്രിങ് ഇൻ സൈഡ്. ഹിയർ ഐ ആം. സോ പണ്ട് കുറച്ച് മുമ്പ് ആൾക്കാർക്ക് വന്ന് ഇവിടെ എന്തൊക്കെയോ എഴുതി. ലൈക്ക് ഇതുപോലെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഐ മീൻ ഒരു മോണുമെൻറ്റിന് നമ്മൾ ഒരിക്കലും ഇതേപോലെ എഴുതിയിട്ട് താഴ്ത്താൻ പറ്റില്ല. ഇതൊക്കെ വളരെ മോശമാണ്. ലൈക്ക് എന്താ ഓരോ പേരൊക്കെ എഴുതി ഇങ്ങനെ വിടുന്നത്, ഇതൊക്കെ വളരെ മോശമാണ്. ഐ മീൻ എത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് ഇതൊക്കെ. കണ്ടുവിടാ വീടിൻ്റെ ഒരു അപ്പുറത്ത് കണ്ട സെയിം സാധനമാണ് ഇവിടെ ഉള്ളത്. ഐ മീൻ ഒരു ഡോറുണ്ട്. ഐ തിങ്ക് അതിലൂടെ കയറി കഴിഞ്ഞ് മുകളിൽ പോയി ഐ മീൻ കയറാനുള്ള ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാവും. ഇവർ നശിപ്പിക്കുകയാണ് സത്യം പറഞ്ഞാൽ. ഹായ് സായിദ്. സോ അങ്ങനെ നമ്മൾ ഇതിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. ഇവിടെ ആരോ കാണുന്നുണ്ട്. ഐ മീൻ ഇത് നമ്മളെ ബാഗല്ലേ? നമ്മളെ ബാഗാണ്. ആ പറയ്. നല്ല ആലോചന വരും. അത്രേ ഉള്ളൂ. അങ്ങനെ ഇതിൻ്റെ അടുത്ത സ്റ്റേജിലെത്തി. ഇവിടെ കുറേ മരങ്ങളൊക്കെ കാണുന്നുണ്ട്. ഐ മീൻ അപ്പുറത്തെ ഐ തിങ്ക് അപ്പുറം ആ സൈഡിലുള്ള സാധനത്തെക്കാളി ഒരുപാട് വലുതാണ് ഈ സാധനം എന്ന് എനിക്ക് ഫീലാണ്. ഐ മീൻ ദിസ് വൺ ലുക്സ് കൈൻഡ് ഓഫ് ബിഗ്. ആൻഡ് ഇതിൻ്റെ ഈ സൈഡ് കുറച്ച് ഡിഫറൻസ് ആട്ടോ. ഇവിടെ ലോക്കൊന്നും ചെയ്തില്ല. ഐ മീൻ അപ്പുറം എന്ന് പറയുന്നത് മുകളിൽ ചെറിയൊരു ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇവിടെ എന്തൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട് ആൾക്കാർ. ഇതൊക്കെ വളരെ മോശമാണ്. ഇത് അടിച്ചു നോക്കാം. ഐ മീൻ നോക്ക് ചെയ്യുന്ന പരിപാടിയല്ലേ പണ്ട് കാലത്തെ. അങ്ങനെ ഇതിൻ്റെ ഒരു 360 ഡിഗ്രിയിൽ നമ്മൾ കയറിയിട്ടുണ്ട്. ഇതാ ഞാൻ കയറിയ സ്ഥലമാണ്. ഐ മീൻ ഞാൻ ഇവിടെ നിന്നാണ് ഇങ്ങനെ കയറിയത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലോക്ക്. അപ്പോൾ ഇവിടെ ലോക്കും കാര്യങ്ങളൊന്നും ബാക്കിൽ ചെയ്തിട്ട് കണ്ടില്ല. പണ്ട് കാലത്ത് ഇതൊരു മാർബിളാണ്. എന്താണെന്നറിയില്ല. ഒരു നല്ലൊരു മുഗൾ എംപയറിൽ ബിൽഡ് ചെയ്ത ഒരു ആർക്കിടെക്ചർ. such a beauty. Yeah, you guys should definitely come here. അവിടെ നമ്മളിപ്പോൾ ടോട്ടൽ കണ്ടത് 1, 2 ലേക്ക്, പിന്നെ ഇത് 3. ഇനിയിപ്പോൾ ഇവിടെ എന്താ വേറെ എന്താ എക്സ്ട്രാ ആയിട്ട് ഉള്ളത്? ഐ മീൻ ഇതിൻ്റെ അകത്ത് ഐ എം ആസ്കിങ് അബൌട്ട് വാട്ട്സ് ഇൻസൈഡ്. ഇതേപോലത്തെ കുറേ ടോമ്പുണ്ട്. ഐ തിങ്ക് ഇത് 4 ഭാഗത്ത് ഓരോ ടോമ്പായിട്ട് അങ്ങനെ വെച്ചതാണെന്ന് തോന്നുന്നല്ലേ? പറയടോ. ആ 4 ടോംബ് വെച്ചിട്ട് ഐ തിങ്ക് എന്തോ ഒരു കണക്ഷൻ ഉണ്ട്.
ആ നേരെ കണ്ടിട്ടില്ല. ഈ 4 ടോംബ് ഐ തിങ്ക് മറ്റേ ഹ്യൂമിയോംസ് ടോംബ് ആയിട്ട് എന്തേലും കണക്റ്റഡാ. എന്തോ ഒരു ബന്ധം ഉണ്ടാവല്ലേ? ഐ മീൻ എന്തെങ്കിലും ഉണ്ടാവും. നമ്മള് പട്ടിക്കുട്ടികളെ കണ്ടിട്ടോ. എന്റെ അയൂബിക്ക് ഒരു പ്ലാന്. ഞങ്ങൾ എല്ലാരും പട്ടിക്കുട്ടീനെ കൊഞ്ചിക്കാണ്. അറ്റ് സെയിം ടൈം അയൂബി ഗൈ വാസ് ടേക്കിംഗ് നോട്ട്സ്. എന്ത് നാളെ ഓന് പട്ടീനെ കൂട്ടിട്ട് വരാം. എന്താ പറയാ, ഒരുപാട് അറ്റൻഷൻ കിട്ടി. പെൺകുട്ടികളെല്ലാം പട്ടീനെ നോക്കി. ഇതാണ് അയൂബി നാളെ ഒരു പട്ടീനെ പട്ടികളെ ചുറ്റും പെൺകുട്ടികള്. നാളെ ഇവിടെ കാണാം പെറ്റ്വാക്കർ അയൂബി. അതെ, നാളെ ജീജി കഴിഞ്ഞു കഴിഞ്ഞാല് പട്ടീനെ പേടി കേട്ടോ. പക്ഷെ അത് കുഴപ്പമില്ല, ഇവന് ഈ പർപ്പസിലായതുകൊണ്ട് പട്ടി അല്ല ഒരു പാത്രത്തില് വെള്ളക്കുപ്പിയില് വെള്ളവും മറ്റതൊക്കെ വെച്ചിട്ട് ഇനി പട്ടിക്ക് വെള്ളം കുടിക്കാൻ ടൈമിൽ ഗേൾസ് കുറച്ച് മാറി നിന്നാൽ പട്ടിക്കുട്ടിക്ക് വെള്ളം കുടിക്കാൻ പേടിച്ചു പോയി. ഒരു സ്റ്റേജ് കാണുന്നുണ്ട്, സ്റ്റെപ്സ് ഒക്കെ കാണുന്നുണ്ട്. ഇത് ഐ തിങ്ക് ഇതൊരു വാട്ടർ ഫ്ലോ സിസ്റ്റം തോന്നില്ല അതായിട്ട്. ഐ മീൻ ഒരു വെള്ളത്തിനെ കൊണ്ടില്ല എന്തെല്ലോ കളിയുണ്ട്. അതെ, എനിക്കും അങ്ങനെ തോന്നുന്നത്. ആ സൈഡിൽ നിന്ന് ഇപ്പുറ സൈഡിലേക്ക് ഐ മീൻ ഇതാണ് ഇതിന്റെ ലാസ്റ്റ് എൻഡ്. 90 ഏക്കറായോ? സുന്ദരനേട്ടറിന്റെ അറ്റത്ത് നമ്മളിപ്പില്ലേ, അറ്റത്ത് എന്തൊക്കെ സൗണ്ട് ഒക്കെ കേൾക്കാം കേട്ടോ. പക്ഷികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഒരുപാട്. ഇതുണ്ടോ, ഇത് ഫൗണ്ടെയിനാണ്. അങ്ങനെ കുറേ നടന്നതിന് ശേഷം നമ്മൾ അടുത്ത ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ ഇതെന്താ ലൊക്കേഷൻ? അസീം ഖാൻ സെറായി എന്നാണ്. ഇവിടെ 108 റൂം ഉണ്ട് എന്നാണ് ഓൾ പറയുന്നത്. ഇവിടെ 108 റൂം ഉണ്ടാവാൻ. ഐ മീൻ സി ദിസ് ഈസ് കോൾഡ് അസീം ഗഞ്ച് സെറായി. യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് വന്ന് നിൽക്കാൻ പറ്റുന്ന സ്ഥലം. അതിന് അങ്ങനെ റൂമൊന്നും ഞാൻ ഇവിടെ കണ്ടില്ല. ഐ മീൻ സി ദിസ് ഈസ് എ സ്ട്രക്ചർ യോ ഗൈസ്. ദിസ് ഈസ് അസീം സംതിങ് അസീം ബട്ട് ദിസ് ഈസ് കൈൻഡ് ഓഫ് ലൈക്ക് സിറ്റിംഗ് സ്ട്രക്ചർ ദെയർ. വി ക്യാൻ ഗോ ആൻഡ് സിറ്റ് ഹിയർ. ഐ മീൻ ഇവിടെ ഇരിക്കാം, എന്നിട്ട് ഇവിടെ റെസ്റ്റ് ചെയ്യാം. അങ്ങനെ റെസ്റ്റ് ചെയ്യാം. ഐ മീൻ ദിസ് ഈസ് സോ ഗ്രേറ്റ്. ആൻഡ് ദെൻ വി ഹാവ് ദിസ് pathway that will lead to Humeoms Tomb. ഇതിന് ടോപ്പിലൊന്നുമില്ല. ഒരു ഫേമസ് കഫേയാണ്, കർണാടിക് കഫേ. വൈബൊക്കെ ഐ മീൻ ശരി ഗ്രേറ്റ്. ഇങ്ങനെയാണ് ഇവിടെ, നല്ല വൈബാണ്. ആൾക്കാരൊക്കെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് അപർണ നമ്മളെ ഹോണ്ടഡ് പ്ലേസസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി let's see if we can find some yakshi or something. നാഗവല്ലിനെ മീറ്റ് ചെയ്യാൻ പോവാണ് പോലും. നാഗവല്ലി എന്താണെന്ന് ഒരുമാതിരി ഐ മീൻ ഒരു ഹോണ്ടഡ് പ്ലേസ് ഫീൽ തന്നെ എനിക്ക് കിട്ടുന്നുണ്ട്. നേരെ ഒരു ടോയ്ലറ്റിന്റെ ചിഹ്നം കാണിക്കുന്നത്. ഇങ്ങോട്ട് തന്നെയാ? ഇങ്ങോട്ടേക്കാ പോവാ? കാട്ടിനുള്ളിലേക്കാ? ഐ മീൻ സോ കാഫി അല്ല, നമ്മൾ ഡൽഹിയിൽ വന്നിട്ട് നമ്മൾ ഹിന്ദി യൂസ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ വളരെ മോശമല്ലേ. കാഫി ഡറാവനി ഗൈസ്. ഇത് ഇങ്ങോട്ട് റോഡാണുണ്ട്. ഇസ്കോ ഹിന്ദി പത്താനേ. ഇത് ടോയ്ലറ്റിലേക്കാണല്ലോ കാണുന്നത്. സോ ദിസ് ഈസ് ദ റോഡ് ഗൈസ്. സോ I don't know if I'm allowed to shoot. There are some couples there. No, that is a lady. So this is the playground. This is a playground. No, what's that? Tree hut polte angane tree. I mean, we can go. So this is not made for us though. I think it's for children. We are 25. No, we are 25. So this is not for us. They are 25. I'm 25. We are 25. No, you are 26. I'm 21. She's lying. I'm 21 teen. Maybe teen still. ഇതുണ്ടോ ചിൽഡ്രൻസ് പ്ലേ? അതാണ് നമ്മൾ നേരത്തെ കണ്ട ചിൽഡ്രൻസ് പ്ലേ ഹൗസ്. 12. कुछ नहीं भाई, ऐसा ही घूम रहा है. बस चिल्ड्रन क्या है भैया? छोटे बच्चों के लिए. हाँ हम अंदर नहीं जाना है हमें. ठीक है. അപ്പോൾ ഇതാണ് ചിൽഡ്രൻസ് പ്ലേ ഹൗസ്. എൻട്രി ടിക്കറ്റ് ഉണ്ട് 20 rupees per child, 12 for one time entry. അങ്ങനെ
ഇതിവിടെ ആ ഒരു കാര്യം ശ്രദ്ധിച്ചു വെച്ചാൽ ഇവിടെ എല്ലായിടത്തും വേസ്റ്റിന്റെ സെറ്റപ്പ് ഉണ്ട്. അത് നല്ല അടിപൊളി ഫീച്ചറാണ് അല്ലേ? വെള്ളം പോകുന്ന കാണിച്ചെടുക്ക്. ഇത് വെള്ളം പോകുന്നല്ലേ കാണിച്ചിട്ടുണ്ട് കാഴ്ച അല്ലേ? അത് ശരിയാവും. 100 വ്ളോഗ് എടുക്കണോ? സുജിത് ബിത്ത അത് കാണണം, സെറ്റാക്കണം നമുക്ക്. ഇതുണ്ടാവും, ഇതൊരു ഹോണ്ടഡ് പ്ലേസ് ആണ് പോലും. I mean, we are going inside there. Let's see what's there. I mean, it's pretty much dark over there, and there is some kind of light on the other side. But this just feel like very haunted. So there is nobody here, only us. And I think there is something written there. Let's go and find out what's written over there in a quick way as possible. It's not. I think there is nothing written here. It's just a blank. I mean, I got fooled, and yeah. So this, here we are. It's काफ़ी डरावनी वाली space, and അങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോവാണ് guys. കയറിക്കോ. I mean, ആരെ ഫസ്റ്റ് എത്താൻ നോക്കാലോ. അതിൻ്റെ അകത്തെത്തി. Oh my god, this guys, this space is like, you mean, yeah, എല്ലാ ഭാഗത്തും ഓരോ holes. I mean, ഇതിൻ്റെ അകത്ത് വരെ മാരോ. Oh my god, there is one. Yeah, see, this is. നമ്മൾ ഈ ഭാഗത്തേക്ക് നടന്നു വന്നിരിക്കുമ്പോൾ ഇതൊക്കെ കാണുമോ ഇതേ? ഐ മീൻ, സി അയ്യോ എന്നും സൊള്ളിക്കാനില്ലേ മുത്തുമണിനോട്. ഓക്കെ, അങ്ങനെ ഒരു എൻട്രി പോയിന്റ് ഉണ്ട് ഇവിടെ. ഓ മൈ ഗോഡ്, ദിസ് ഈസ് റിയലി സ്കാരി. ഓ മൈ ഗോഡ്, നല്ല സീനി. തുള്ളിക്കോ മുന്തിരട്ടെ. കണ്ടന്റിന് വേണ്ടി ചയ്യോ തുള്ളിക്കോ പോയിക്കോ. തുള്ളിക്കോ ചാടിക്കോ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാ. ഐ മീൻ, ഐ ക്യാൻ സീ ദർ ഈസ് സം കൈൻഡ് ഓഫ്. അതിൻ്റെ മുകളിൽ നമുക്ക് കയറാൻ പറ്റുമോ? ഐ തിങ്ക് വി ക്യാൻ, റൈറ്റ്? ലെറ്റ്സ് ഗോ ഓൺ ടോപ്പ് ഓഫ് ദിസ്. വാ, ഞാൻ കയറാം. ഐ മീൻ, ഇങ്ങനെ ഒരു സെറ്റപ്പാണ് ഇവിടെ. ഐ മീൻ, നോക്കി ഒരു കാല് വെച്ച്, ഐ മീൻ, യു ക്യാൻ ക്ലൈംബ് ലൈക്ക് ദിസ് ആൻഡ് ഓ മൈ ഗോഡ്, ഇറ്റ്സ് ലൈക്ക് റിയലി സീരിയസ്ലി scary guys. So I am on top. Yes, I'm on top of this. See? Oh, come on. Baba. Here children only? അവൊന്നുമില്ല ഇതിനോ? ഇവിടെ ആരുമില്ല, സെക്യൂരിറ്റി ഒന്നുമില്ല. AQI ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇതൊന്നും അറിയില്ല, എന്തോ ഒരു സ്കൾപ്ചർ. ഐ തിങ്ക് ദേ ട്രൈ ടു മേക്ക് സംതിങ്. മേ ബി ദിസ് ഈസ് ലൈക്ക് എ സ്പീക്കർ. I think this is like a speaker, no? അല്ല, ഇതിൻ്റെ അകത്ത് സ്പീക്കർ അല്ലോ അല്ലേ? സ്പീക്കറാണെന്ന് തോന്നുന്നു. I think there are toilets and drinking water. There's some calligraphy done here, beautiful something. There's some sundar. അങ്ങനെ ലാസ്റ്റ് ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതാണ് ആ സ്ഥലം. ഇവിടെ എന്തോ ഒരു സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ എക്കോയിങ്ങിൻ്റെ എന്തോ എഫക്റ്റ് ഉണ്ട്. കണ്ടേ? Scene അല്ലേ? So yeah, this is it. Like, I think this is filled with halls that is like resonating the sounds which we are making. There is a door, and then there is kind of like a walk through, and there is one more here, and we can see this space is like big, so big. So Angana, I think we should, like, we are going to end this vlog because it has been a lot of time that we are here. കുറേ നേരമായി നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് കാണേണ്ടതൊക്കെ കണ്ട്. പിന്നെ and then we have to go to our home now. Tomorrow നാളെ രാവിലെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ഉണ്ട്. So yeah, we are going to end this vlog. So let's meet in the next one. If I might take, let's see. Bye.